നമസ്കാരം. മാവേലിക്കരയിൽ അമ്മയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തി. മാവേലിക്കര കല്ലുമല പുതുച്ചിറ സ്വദേശി കനകമ്മ സോമരാജനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഏക മകൻ കൃഷ്ണദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് അമ്മയെ വിളിച്ചിട്ട് അനക്കമില്ലെന്ന് കൃഷ്ണദാസ് നാട്ടിലെ പാർട്ടി പ്രവർത്തകരെയും മറ്റും വിളിച്ചു പറഞ്ഞത്. ഇതോടെ ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയപ്പോൾ വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട കനകമ്മ CPIയുടെ പ്രാദേശിക നേതാവാണ്. മാവേലിക്കര നഗരസഭ 12ാം വാർഡ് കൗൺസിലറായിരുന്നു. അമ്മയും മകനുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. കൃഷ്ണദാസിന്റെ ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അമ്മയാണെന്ന് പറഞ്ഞാണ് ഇയാൾ അമ്മയെ മർദ്ദിച്ചിരുന്നത്. മദ്യപിച്ചെത്തുന്ന ഇയാൾ പണം ആവശ്യപ്പെടുകയും കൊടുക്കാതെ വരുമ്പോൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും പതിവ് പോലെ മദ്യപിച്ചെത്തി പണം ആവശ്യപ്പെട്ടതായി പോലീസ് പറയുന്നു. തുടർന്നാണ് മർദ്ദിച്ചത്. വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ ബഹളം കേൾക്കുന്നതിനാൽ നാട്ടുകാർ ശ്രദ്ധിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് അമ്മയ്ക്ക് അനക്കമില്ലെന്നും അമ്മയെ താൻ മർദ്ദിച്ചിരുന്നുവെന്നും കൃഷ്ണദാസ് തന്നെ നാട്ടുകാരെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പോലീസും ജനപ്രതിനിധികളും വീട്ടിലേക്ക് എത്തുകയും കനകമ്മ മരിച്ചു കിടക്കുന്നതും കണ്ടു. മകന്റെ മർദ്ദനമേറ്റാണ് കനകമ്മ മരിച്ചതെന്ന് മാവേലിക്കര നഗരസഭയിലെ CPI മുൻ കൗൺസിലറാണ് കൊല്ലപ്പെട്ട കനകമ്മ. മുൻപ് പലതവണ പരാതി നൽകുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. മകൻ ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയും പണത്തെ ചൊല്ലിയും ഇരുവർക്കുമിടയിൽ തർക്കം നിലനിന്നിരുന്നു. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.